വാശിയേറിയ മത്സരമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. തീപാറിന്റെ മത്സരം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ആ മത്സരമാണ് ആരംഭിക്കാൻ പോകുന്നത്. ദയവായി നിങ്ങൾ പുറത്ത് മാറുക. നിങ്ങൾ കൂടി ഗവൺമെന്റ് പറഞ്ഞു എല്ലാവരും മാറുന്നു സഹകരിക്കുക. നമ്മുടെ മത്സരം നല്ല രീതിയിൽ പറയാൻ സാധിക്കുന്നതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മത്സരങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എല്ലാവരുടെയും ആവേശം ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ലൈനിൽ നിന്നിട്ട് മാറുന്നതുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശക്തന്മാരായിട്ടുള്ള രണ്ട് ടീമുകൾ. ഈ മത്സരം ആര് ജയിക്കും ആര് തോക്കുമെന്ന് അഞ്ചാം മത്സരിച്ച് കഴിഞ്ഞ റെയ്ഡറാണിപ്പോ ഗിന്നീസിന്റെ കോട്ടിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളികളിൽ നിസാരമായി പോയിന്റ് എടുത്തെങ്കിൽ ഈ കളിയിൽ നടക്കില്ല മകനെ എന്ന രീതിയിൽ തന്നെയാണ് മത്സരം ആരംഭിച്ചിരിക്കുന്നത്. ഒരു ടീമില്ല തന്റെ തന്ത്രങ്ങൾ മുഴുവൻ നൽകിയിട്ടും ഒരു പോയിന്റ് എടുക്കുവാൻ കഴിയിട്ടില്ല. ഡിസ്ട്രിക്ട് താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും അണിനിരക്കുന്ന രണ്ട് ഇരു ടീമുകളുടെ മത്സരമാണ് നടക്കുന്നത്. നല്ല അറിവുകൾ വിശേഷിപ്പിക്കാവുന്ന ഒരു കളിക്കാരനാണ്. 4 നമ്പർ ജേഴ്സി അണിഞ്ഞ കളിക്കാരൻ. ഒരു പോയിന്റ് വേണ്ടി അദ്ദേഹം തന്റെ എല്ലാവിധ കഴിവുകളും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. അത്യുഗ്രമായ മത്സരം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത മത്സരം തീപാറുന്ന മത്സരം. അങ്ങനെ ആയത്തോടെ താരമാണിപ്പോ ഇംഗ്ലീഷിന്റെ കോട്ടിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കയറിയാൽ ഒരു പോയിന്റ് അടിച്ച് ഇറങ്ങത്തുള്ളൂ. നല്ല ഒരു റൈഡറാണ്. എല്ലാവിധ തരത്തിലും ഒരു പോയിന്റ് ആയിപ്പോളിന്റെ സ്കോർ ബോർഡ് പറഞ്ഞിരിക്കുന്നത്. നല്ല റെയിൽ കാഴ്ചവെച്ചിട്ടുള്ള 2ാം നമ്പർ താരമാണ് ഇപ്പോൾ റെഡി ചെയ്യുന്നത്. വീണ്ടും റെഡി ചെയ്യുന്നു. 2-0 എന്ന നിലയിലാണ് ഇപ്പോൾ മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 5ാം നമ്പർ ജേഴ്സി എന്ന താരമാണ്. കഴിഞ്ഞ കളികളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അടിച്ചിട്ടുള്ള 10ാം നമ്പർ താരമാണ് ഇപ്പോൾ റെഡി ചെയ്യുന്നത്. അദ്ദേഹം രീതിയിൽ റെഡി ചെയ്തിരിക്കുന്നു. 2-1 എന്ന നിലയിലാണ് ഇപ്പോ പോയിന്റ് വില. നല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് കരസ്ഥമാക്കുന്നതിന് ആവശ്യമായി അങ്ങനെ 3-1 വീണ്ടും കളി തിരിച്ചുകൊണ്ടിരിക്കുന്നു. 3ാം താരം പഞ്ചായത്തിലെ സ്റ്റാഫുകൾ എല്ലാവരും ഇപ്പൊ ഈ പരിസരത്തുള്ള സ്റ്റാഫുകൾ എല്ലാവരും അകത്തും ഗ്രൗണ്ടിനുള്ളിൽ വരിക. പഞ്ചായത്തിൽ നിന്ന് എത്തിയിട്ടുള്ള സ്റ്റാഫുകൾ എല്ലാവരും ഗ്രൗണ്ടിനുള്ളിൽ വരിക. ഏറ്റവും ആവേശകരമായ ഒരു ഫൈനലാണ്. സ്റ്റാഫുകൾ എല്ലാവരും ഉള്ളിൽ വരിക. ഓഫീസർ കയറുന്നോട്ടോ നല്ല മത്സരം തീപാർന്ന മത്സരം
റെഡി ചെയ്യുന്നത്. ഒരു പോയിന്റിന് വേണ്ടി അദ്ദേഹം വളരെ പരിശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പോയിന്റ് എടുക്കുക എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമായ ഉദ്ഘാടനമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പോയിന്റ് കരസ്ഥമാക്കും എന്ന നിർദ്ദേശത്തോടുകൂടി ഇല്ല ഒന്നും ഐക്കോണിന്റെ ഏറ്റവും ഭാഗം അദ്ദേഹം കയറിയാൽ ഒരു പോയിന്റ് ഉറപ്പാണ്. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഐക്കോണിന്റെ എ ടീമിന്റെ അംഗങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് ഉറപ്പാണ്. ഒരു പോയിന്റ് എടുത്ത് മടങ്ങും എന്ന വാശിയിലാണ് ഐക്കോണിന്റെ 5-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ താരമാണ്. അദ്ദേഹവും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു താരമാണ്. നല്ല റീഡ് നല്ലൊരു റീഡാണ്. ഐക്കോൺ 5 വില്ലീസ് ഐക്കോൺ വില്ലീസിന്റെ കോട്ടിൽ 9-ാം നമ്പർ ജേഴ്സി താരമാണ് ഇപ്പോൾ റെഡി ചെയ്യുന്നത്. നല്ല ഒരു വേഗമാണ്. ഒരു പോയിന്റിന് വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും നടന്നിട്ടില്ല. അപേക്ഷിതമായിട്ടുള്ള 5-6 എന്ന ക്രമത്തിൽ കിങ് ഓഫ് ഗില്ലീസ് ടീം ഡിറ്റനസ് വീണ്ടും ഒരു 5-6 എന്ന ക്രമത്തിൽ ഐക്കോണിക്കിന്റെ കോട്ടിൽ കിങ് ഓഫ് ഗില്ലീസിന്റെ സ്റ്റാർ റൈഡർ ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് വഴികൾ മാറിക്കൊണ്ടിരിക്കുന്നു. 5-6 എന്ന ക്രമത്തിൽ 5-6 ഐക്കോണിക്കിന്റെ കൈകളിൽ ഒരു പോയിന്റുകൾ കൂടി. വീണ്ടും വസന്ത് മികവന്നല്ല. അവിടെയും ഒരു തേർഡ് വീണ്ടും 7-5 എന്ന ക്രമത്തിൽ വീണ്ടും വസന്ത് 3-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ഐക്കോണിക്കിന്റെ സ്റ്റാർ പ്ലെയർ ക്യാപ്റ്റൻ 7-5 കിങ് ഓഫ് ഗില്ലീസിന്റെ കോട്ടിൽ എന്ന ക്രമത്തിൽ വീണ്ടും ഐക്കോണിക്കിന്റെ കോട്ടിലേക്ക് 3-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ താരത്തിന്റെ റൈഡ് വീണ്ടും 5-8 എന്ന ക്രമത്തിൽ ചെറിയൊരു ബന്ധവുമായി ഉത്സാഹം ചെയ്തിരിക്കുന്ന വീണ്ടും അവരുടെ 3-ാം നമ്പർ താരം ഐക്കോണിക്കിന്റെ കോട്ടിൽ വീണ്ടും വസന്ത് 3-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ താരം 8-5 എന്ന ക്രമത്തിൽ ഇതാ വീണ്ടും വസന്ത് പിഴവിലൂടെ ഒരു പോയിന്റുകൾ കൂടെ ഇതാ 5-9 വീണ്ടും ഇതാ വീണ്ടും 9-6 എന്ന ക്രമത്തിൽ വീണ്ടും ഇത് ആയിക്കൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻ വീണ്ടും ഇതാ
എന്ന നിലയിൽ വീണ്ടും 7 നമ്പർ ജേഴ്സി അണിഞ്ഞ താരം ഐക്കോണിക്കിന്റെ ക്ലബിലേക്ക് 6-9 എന്ന ചെറിയ വ്യത്യാസം. വീണ്ടും 6-9 വീണ്ടും 9-6 എന്ന നിലയിൽ 5 നമ്പർ ജേഴ്സി അണിഞ്ഞ ആൽബി ഐക്കോണിക്കിന്റെ ഒരു കിൻഡൽ റൈഡർ 9-6 രണ്ട് മികച്ച ടീമുകൾ, അതും മണ്ണമ്മേട് ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ ടീമുകൾ 6-10 എന്ന ക്രമത്തിൽ വീണ്ടും 5 നമ്പർ ജേഴ്സി അണിഞ്ഞ താരം വീണ്ടും അവരുടെ ക്യാപ്റ്റൻ 10 നമ്പർ ജേഴ്സി അണിഞ്ഞ താരം 7-15. അതെ എണ്ണിയാൽ ഇവരെ കുറിച്ച് പറഞ്ഞാൽ എണ്ണിയാലൊന്നും ഈ ഒരു സമയപരിധി മതിയാവില്ല. ഇരു ടീമുകളും അത്രയ്ക്ക് തന്നെ പേരെടുത്ത, അതുപോലെ തന്നെ സ്കൂൾ തലം മുതൽ യൂണിവേഴ്സിറ്റി, ഇന്റർ യൂണിവേഴ്സിറ്റി കളിക്കുന്ന 2 ടീമുകളിലെ പ്രശസ്തരായ ടീം അംഗങ്ങൾ ഇതാ വണ്ടൻമേട് കേരളോത്സവത്തിന്റെ ഈ 5 മിനിറ്റ് 7-16 4 നമ്പർ ജേഴ്സി അണിഞ്ഞ താരം കിങ് ഓഫ് വില്ലേജിന്റെ റൈഡർ 4 നമ്പർ ജേഴ്സി ഒരു 4 മിനിറ്റുകൾ കൂടി ഈ 2 ടീമുകളുടെയും ഈ കോച്ചുമാരെ കുറിച്ചൊന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒന്നാം സിനാജ് വണ്ടൻമേടുകാർക്ക് സുപരിചിതരായ സിനാജ്, അതുപോലെ തന്നെ സുജീഷും മനീഷും അടങ്ങുന്ന കിങ് ഓഫ് ഗില്ലീസിന്റെ മറ്റൊരു കോച്ച് ചെയ്യുന്നത് ആദ്യ അവസാനം മുതൽ ആർമിയുടെ 17-8 മത്സരങ്ങൾ സമയത്തിനുള്ളിൽ വീണ്ടും ചുരുങ്ങുമ്പോൾ വീണ്ടും വസന്തമഴയാണോ അതോ ആണോ? കളിയുടെ ഗതി എങ്ങനെ വേണേലും മാറി പറയാം. അതാണ് കബഡി. കഴിഞ്ഞ 2 തവണയും 3 വീണ്ടും ഒരു ടാക്ടിക്കൽ ഗോളിന് വേണ്ടി
അതാണ് ക്രോസ് ആയിട്ടുള്ള 1 പോയിന്റുകൾ കൂടി 20 എന്ന ക്രമത്തിൽ 8-20 എന്ന ക്രമം. വീണ്ടും വസന്ത് 28 എന്ന ക്രമത്തിൽ ഒരു അവസാന 120 സെക്കൻഡുകൾ വെറും സെക്കൻഡുകളായി ചുരുങ്ങുന്നു. 20 മിനിറ്റ് നീണ്ടുനിന്ന ഈ ഒരു വെറും സെക്കൻഡുകളായി സെക്കൻഡുകൾ വഴിമാറുന്നു. ഐക്കോണിക്ക് ഒരു കിങ് ഓഫ് ഗില്ലീസ്, കബഡിയുടെ ചാമ്പ്യന്മാർ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണോ അതോ ഈ വർഷം ചാമ്പ്യന്മാർ വീണ്ടും ഈ ചാമ്പ്യൻ കിരീടം ചൂടുന്ന ആളുകളാണോ എന്നറിയില്ല. 8 നമ്പർ ചേച്ചി കഴിഞ്ഞ ഇല്ല ആ കാലം ഇല്ല 21-8 ഒരു യൂണിയം അറിയാനുള്ളൊരു സാധ്യത ഇല്ല. വിട്ടു കൊടുക്കാതെ വീണ്ടും ഈ കൈകളിൽ ഭദ്രമെന്ന നിലയുറപ്പിച്ച കോട്ടയ്ക്ക് വിശ്വാൻ 10 നമ്പർ നീണ്ട ഒരു പോയിന്റ് 2 അക്കം കഴിക്കുവാനുള്ള കിങ് ഓഫ് ഗില്ലീസിന്റെ ഒരു മിന്നൽ റൈഡ് അതാണ് ഹിസാൻ റൈഡർ. അതും മറ്റൊരു ഇന്റർ യൂണിവേഴ്സിറ്റി പ്ലെയർ. വീണ്ടും അതാ ഒരു പ്രത്യേക ഈ മാറ്റം എടുക്കാൻ വേണ്ടി